അപ്പോൾ ഞാൻ എങ്ങടാ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി ഞങ്ങളെല്ലാവരും കൂടി എങ്ങടാ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിലോട്ടൊരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെമ്പർ വന്നിട്ട് കുറച്ച് നാളായെങ്കിലും ഇതുവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ മെമ്പർ എസ്പെഷ്യലി ഈ മെമ്പറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇന്ന് എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ കസിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയ്ക്ക് ഈ മെമ്പറിന് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. അപ്പം അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നെയും വിച്ചുവിനെയും കൂട്ടാണ്ട് ഒറ്റയ്ക്ക് കടയിൽ പോയി. കാരണം ഞങ്ങൾ രണ്ടുപേരും ചെന്നാൽ എന്തെങ്കിലും അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിപ്പിക്കും. അമ്മ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടി കയറിയതിന് ശേഷം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു അടുത്ത വീട്. അപ്പോൾ പോകുന്ന വഴിക്ക് കഥയൊക്കെ പറഞ്ഞ് പോവുമായിരുന്നു. പോകുമ്പോൾ ഇതാണ് എൻ്റെ മിസ്റ്റർ പാത്തു. പാത്തു അല്ല പാച്ചു, ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ഡോണ. ഇയാളുടെ മുടിക്ക് ഭയങ്കര ഫാൻസാട്ടോ. അതുകൊണ്ട് ഇയാളുടെ മുടി ഞങ്ങൾ വെട്ടാണ്ട് ഇങ്ങനെ വളർത്തുന്നത്. എനിക്കും ഇഷ്ടം ഇയാളുടെ മുടി. ഇടയ്ക്ക് എനിക്ക് അസൂയ കയറും എൻ്റെ മുടിയുടെ തിക്നെസ് കാണുമ്പോൾ. നിങ്ങളീ കാണുന്നതൊക്കെ ആട്ടോ അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ. ഇവിടെ കുറേ കണ്ടൽക്കാടും ചെമ്മീൻ കെട്ടുകളൊക്കെ ഉണ്ട്. ആ പോണ വഴി തന്നെ കാണാൻ നല്ല രസമാണ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ആരാണ് ആ മെമ്പർന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ മെമ്പർ. ഇയാളെ കാണാനാണ് വന്നത്. ഇയാളിപ്പോൾ വന്നിട്ട് കുറച്ചായെങ്കിലും ഇപ്പോഴാണ് കാണാൻ പറ്റുക. ഇയാളെ എടുക്കാനുള്ള താല്പര്യത്തിൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ നിന്ന് ഇയാളെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ. എടുത്ത് ഇയാൾ എൻ്റെ കയ്യിൽ കുറച്ചിരുന്നപ്പോഴേക്കും ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചു, മിച്ചറും ക്യാരറ്റ് കേക്കും കപ്പയൊക്കെ കഴിച്ച് അവിടുന്ന് കുറച്ച് നേരം വിശേഷം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് എറണാകുളത്ത് പോകണ വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. എറണാകുളത്ത് പോകേണ്ടത് ഒരു ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ പോയതിന് ശേഷം ക്യൂൻസ് വേന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പ്ലാനൊക്കെ ഇട്ട് ഞങ്ങൾ ചെന്നു. പോണ വഴിക്ക് മൊത്തം ബ്ലോക്ക് കിട്ടി. എല്ലായിടത്തെയും പോലെ മഴയും ബ്ലോക്കും കോംബോ ആണല്ലോ. മഴ പെയ്ത് അപ്പം ബ്ലോക്ക് തുടങ്ങും. ഈ ബ്ലോക്കും മഴയും കൂടെ കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ ക്യൂൻസ് വേ ക്യാൻസൽ ചെയ്തു. അങ്ങനെ വിഷമത്തിൽ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മേനകയിൽ ATM കയറാൻ പോയപ്പോൾ അവിടെ പാർക്കിങ്ങിന് സ്ഥലമില്ല. പോലീസും ഉണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഏത് ദൂരെ കൊണ്ട് നിർത്തി. പിന്നെ ഞാനും ചേച്ചിയും പാച്ചും കൂടെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ നടന്നു. വിച്ചുവിനെ വിളിച്ചപ്പോൾ അവനെ വരണ്ടാന്ന്. എന്നാൽ ശരി, ഞങ്ങൾ മൂന്നുപേരും കൂടെ ആ ഒരു ലൈറ്റിലും അവിടെ നടക്കാൻ ഒരു വൈബാണ് ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ പെൻഡാമേനകയും അവിടുത്തെ ബിൽഡിങ്ങിലൊക്കെ കണ്ട് ഞങ്ങൾ ഈ അറ്റം മുതൽ ആ അറ്റം വരെ അച്ഛൻ കാർ എങ്ങാടെ വേണോ ഇട്ടത് അവിടെ വരെ ഞങ്ങൾ വീണ്ടും തിരികെ നടന്നു. പാച്ചുവിൻ്റെ നോട്ടം കണ്ടോ, അവൻ എന്താ നോക്കുന്നതെന്നറിയോ? പോലീസിന്. അവന് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പോലീസ്, JCB. അപ്പോൾ ഇതൊക്കെ സൈഡിൽ കൂടെ പോയാൽ മതി, അവൻ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ കാറിൽ തിരിച്ചെത്തിയപ്പോൾ ഒരേ സ്വരത്തിൽ എല്ലാവർക്കും വിശക്കുന്നു. എവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് റഹ്മാനിന്ന് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റഹ്മാനിയിലോട്ട് നടന്നു. അവിടെ ചെന്ന് ബിരിയാണി പറഞ്ഞു. ഒരു 10 മിനിറ്റത്തെ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് ടൈമിനുള്ളിൽ അവർ എനിക്ക് ബിരിയാണി കൊണ്ടുതന്നു. പണ്ട് മുതലേ റഹ്മാനിയിലെ ബിരിയാണി എറണാകുളം സൈഡിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഒരു ഫേമസ് ഒരു ബിരിയാണി കടയാണ്. ബിരിയാണി വാങ്ങിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴേ ഞങ്ങളൊരു കാര്യം അറിഞ്ഞ് ചേച്ചിയുടെ പിള്ളേർ എൻ്റെ കസിൻ്റെ വീട്ടിൽ വെച്ച് മറന്നു. അവരെ വിളിച്ച് നോക്കിയപ്പോൾ അവരാരും ഫോൺ കണ്ടില്ല. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ 2-3 പ്രാവശ്യം ബെല്ലൊക്കെ അടിച്ച് ഫോൺ കണ്ടുപിടിച്ച് നേരെ തിരിച്ച് വീണ്ടും എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ അതിലേ പോകുമ്പോഴാണ് ഞാനും വിച്ചും കൂടെ അന്ന് പോയ ഡോമിൻ്റെ പരിപാടിയുടെ ലൈറ്റ് കണ്ടത്. ആ എക്സിബിഷൻ ഇപ്പോഴും തീർന്നില്ല കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഫ്ലാറ്റുകളിലൊക്കെ സെലിബ്രിറ്റികളാട്ടോ താമസിക്കുന്നത്. ഈ ഫ്ലാറ്റ് കണ്ടില്ലേ, ഇവിടെ പേളിമാണി താമസിക്കുന്നത്. എന്നും ഞാനതിലേ പോകുമ്പോൾ നോക്കട്ടെ, എങ്ങാനും കണ്ടാലോ, പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വീണ്ടും കിട്ടി ബ്ലോക്ക്. ഇവിടുത്തെ ബ്ലോക്ക് ഈ ജന്മത്ത് മാറില്ല, എന്നും ബ്ലോക്കാണ്. സംസാരിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇന്ന് മൊത്തത്തിൽ മുടക്കായിരുന്നു. ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തു, അത് മുടങ്ങി. ഫോൺ മറന്നു, ബാങ്കിൽ പോയില്ല. ഫോൺ കഴിക്കാൻ ഞാൻ കസിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോട്ടി വന്ന് ഫോൺ തരാൻ. ഫോണും വാങ്ങിച്ച് തിരികെ പോന്നപ്പോൾ ഞങ്ങൾ വല്ലാർവാടം പള്ളി വഴിയാണ് വന്നത്. അവിടെ പെരുന്നാളായിരുന്നു. ആ വഴി വന്നപ്പോൾ കളിപ്പാട്ടം കാണാണ്ടിരിക്കാൻ പാച്ചുൻ്റെ കണ്ണും പൊത്ത് ഞങ്ങൾ നേരെ തിരികെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഫാമിലി ഡേ ഔട്ട്. ബൈ ഗൈസ്.